വിമതരുടെ മുന്നേറ്റത്തിനിടെ സിറിയയിൽ പ്രസിഡന്റ് ബഷർ അൽ അസദ് നയിക്കുന്ന സർക്കാരിന് രക്ഷകരായി റഷ്യ. ഹയാത്ത് തഹ്രീർ അൽ അഷാം എന്ന സായുധ വിഭാഗമാണ് സിറിയയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയാണ് റഷ്യ. വിമതരെ തുരത്താൻ റഷ്യ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നാലെയാണ് റഷ്യൻ സൈന്യം സിറിയയിൽ വിമതർക്കെതിരെ ആക്രമണം നടത്തിയത്. ഞായറാഴ്ച സിറിയയിൽ റഷ്യ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് BBC-യോട് പറഞ്ഞു. വിമതർക്ക് തുർക്കിയുടെ പിന്തുണയുണ്ട്. ബുധനാഴ്ചയാണ് വിമതസേന സിറിയൻ നഗരമായ അലപ്പോയിലേക്ക് ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വിമതർ കീഴടക്കി. മുമ്പ് 2016-ലാണ് വിമതർ അലപ്പോയിൽ കടന്നു കയറിയത്. അന്ന് റഷ്യയുടെയും ഇറാൻ്റെയും സഹായത്തോടെയാണ് സിറിയ വിമതരെ തുരത്തി ഓടിച്ചത്. വർഷങ്ങൾക്ക് ശേഷം സിറിയയെ രക്ഷിക്കാൻ എത്തിയിരിക്കുകയാണ് റഷ്യ. അലപ്പോയിലെ ഒരു ആശുപത്രിയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. വടക്ക് പടിഞ്ഞാറൻ നഗരമായ ഇദ്ലിബിൽ നടന്ന ഒരു ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമത സംഘം അടുത്തിടെ നിയന്ത്രണം ഏറ്റെടുത്ത ഇദ്ലിബിൻ്റെയും ഹമയുടെയും ഗ്രാമപ്രദേശങ്ങളിലും യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി. രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സിറിയൻ സർക്കാരിന് അലപ്പോയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതെന്ന് നിരീക്ഷകർ വാർത്താ ഏജൻസിയായ AFP-യോട് പറഞ്ഞു. 20 പൗരന്മാർ ഉൾപ്പെടെ 300 പേർ ഇതുവരെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. വിമത പോരാളികൾ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് റഷ്യ വ്യോമാക്രമണം തുടങ്ങിയത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ കാലത്ത് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ അധികാരത്തിൽ നിലനിർത്തുന്നതിൽ റഷ്യൻ വ്യോമസേന നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ നഗരമായ ഇദ്ലിബിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ച പുലർച്ചെ 5 തവണയാണ് റഷ്യ വ്യോമാക്രമണം നടത്തിയത്. പിന്നീട് അലപ്പോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ 4 തവണയും ആക്രമണം നടത്തി. 5 പേരാണ് ആക്രമണങ്ങളിൽ മരിച്ചത്. മരിച്ചവരിൽ സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട്. സിറിയയിലെ സ്ഥിതിഗതികളിൽ UN ആശങ്ക അറിയിച്ചു. UN വലിയ ആശങ്കയിലാണെന്ന് സിറിയയിലെ പ്രതിനിധി ഡേവിഡ് കാർഡൻ വ്യക്തമാക്കി.